ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, ഈ ശുശ്രൂഷയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരും പല സ്ഥലങ്ങളിൽ സൂമിലായിരിക്കുന്നവരുമായ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ, തിരുവചന സത്യങ്ങളെ പഠിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമുക്ക് ഒരിക്കൽ കൂടെ ഇങ്ങനെയൊരവസരം നൽകി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ചേർന്നിരിക്കാം. നാം ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ബൈബിളിലെ ഓരോ പുസ്തകങ്ങൾ നാം തുടർച്ചയായി അതിവേഗം ഓടിച്ച് ചിന്തിച്ച് പോരുകയാണ്. ചരിത്ര സംഭവങ്ങളുമായുള്ള ബന്ധത്തിൽ ബൈബിൾ ചരിത്രം എങ്ങനെ നീങ്ങുന്നു, ലോക ചരിത്രവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിച്ച് പോരുകയാണ്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ, ഇപ്പോൾ ഇത് 3-ാമത്തെ ക്ലാസ്സാണ്, നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മലാഖി മുതൽ മത്തായി വരെയുള്ള ഒരു 400 വർഷത്തെ കാലയളവുണ്ട്. ആ കാലയളവിനെ ഇരുണ്ട യുഗം, ഡാർക്ക് ഏജസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ദൈവം ഇടപെടാത്ത, ദൈവം സംസാരിക്കാത്ത, ദൈവം നിശബ്ദമായിരിക്കുന്ന, പ്രവാചകന്മാരില്ലാത്ത ഒരു കാലയളവ്. ആ കാലയളവിൽ യഹൂദന്മാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ലോക ചരിത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നിങ്ങനെ നാം ചിന്തിച്ച് പോരുകയാണ്. ഞാൻ ഇന്ന് ഒരു ക്ലാസ് കൂടെ എടുത്ത് തീർക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ഇന്ന് തീരുമാനം എനിക്ക് തോന്നുന്നില്ല. സാരമില്ല, നമുക്ക് തുടർന്നും ചിന്തിക്കാമല്ലോ. കാരണം പുതിയ നിയമം നാം പഠിക്കുമ്പോൾ, ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം പഠിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കൂടുതലായി ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രതിഷ്ഠോത്സവം, യെരുശലേം ദൈവാലയം പുതുക്കിയതിലെ ആരാധന പുനഃസ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് എന്ന് ടീച്ചർ പറഞ്ഞല്ലോ. നാം അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു വെച്ചത്. സിറിയൻ ആധിപത്യം യഹൂദന്മാരുടെ ഇടയിൽ വന്നു. സിറിയൻ രാജാവായിരുന്ന അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവ് യഹൂദന്മാരോട് വളരെ ക്രൂരമായിട്ട് ഇടപെട്ടു. ആ കുലത്തെ മുഴുവൻ, അതിനു മുമ്പ് ഹാമാൻ രാജാവിൻ്റെ കൽപ്പനയൊക്കെ എഴുതിച്ചെങ്കിലും യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവ് 10,000-കണക്കിന് യഹൂദന്മാരെ കൊന്നൊടുക്കി, ദൈവാലയം നശിപ്പിച്ചു, അശുദ്ധമാക്കി. അങ്ങനെ മുന്നോട്ട് പോന്നപ്പോൾ യൂദാസ് മക്കാബിയസ് എന്ന ഒരു യഹൂദൻ, അവൻ്റെ സിരകളിൽ ഈ സിറിയൻ സാമ്രാജ്യത്തോടുള്ളതായ രോക്ഷം, ദൈവത്തോടുള്ളതായ സ്നേഹം, ആലയത്തെക്കുറിച്ചുള്ള എരിവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിങ്ങി എന്ത് വില കൊടുത്തും ഈ സിറിയൻ ഭരണത്തോട് എതിർത്ത് നിൽക്കാൻ തയ്യാറായി. യൂദാസ് മക്കാബിയസും അദ്ദേഹത്തിന് 4 സഹോദരന്മാർ ഒരുമിച്ച് കൂടി സംഘടിച്ചു. അവരോട് കുറേയേറെ യഹൂദന്മാർ അവരുടെ കൂടെ കൂടി യഹൂദ്യ
മലനിരകളിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഗറില്ല യുദ്ധമുറകൾ അവലംബിച്ച് സിറിയൻ സാമ്രാജ്യത്തോട് എതിർത്തു. ഒടുവിൽ അവർ ജയം നേടി അശുദ്ധമാക്കപ്പെട്ടിരുന്നതായ യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുകയും അവിടെ പുനഃപ്രതിഷ്ഠ നടത്തി ആരാധന പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവർ പ്രതിഷ്ഠോത്സവം ആചരിക്കുന്നത്. ഈ സംഭവങ്ങളുടെ എല്ലാം ഇടയിൽ അന്തിയോക്കസ് എപ്പിഫാനസ് രാജാവ് ഭയങ്കരമായി രോഗം പിടിപെട്ട് മരിച്ചു. അതിനുശേഷം ഈ മക്കാബിയരിലെ പുരോഹിത ഭരണകർത്താക്കന്മാർ സ്വതന്ത്രമായി യഹൂദ രാജ്യം ഭരിച്ചു. ഏതാണ്ട് 100 കൊല്ലത്തോളം മക്കാബിയരുടെ ഭരണം. മക്കാബിയർ സ്വതന്ത്രമായി, യഹൂദന്മാർ സ്വതന്ത്രമായി ഏതാണ്ട് 100 കൊല്ലത്തോളം രാജ്യം ഭരിച്ചു. BC 63 വരെ ഭരിച്ച മക്കാബിയരുടെ ഭരണമാണ് 100 കൊല്ലം. അതിൽ അവസാനത്തെ ഭരണകർത്താവായിരുന്നു അരിസ്റ്റോബുലസ്. ഈ മക്കാബിയരുടെ ഭരണകാലത്ത്, യഹൂദന്മാർ സ്വതന്ത്രമായി ഭരണം നടത്തിയതായ മക്കാബിയരുടെ ഭരണകാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ മതപരമായി, രാഷ്ട്രീയമായി ഒട്ടേറെ സംഭവവികാസങ്ങൾ നടന്നു. ആ കാലയളവിൽ യഹൂദന്മാരുടെ ഇടയിൽ ചില സംഘങ്ങൾ രൂപപ്പെട്ടു. പ്രധാനമായിട്ട് 5 ഗ്രൂപ്പുകൾ യഹൂദന്മാരുടെ ഇടയിൽ രൂപപ്പെട്ടു. പരീശന്മാർ, സദൂക്യർ, ഹെരോദ്യർ, എരിവുകാർ, യസോന്യർ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ കാണാത്ത ഈ പേരുകൾ കാണുന്നുണ്ട്. ഏതെല്ലാമാണ്? പരീശന്മാർ. പഴയ നിയമത്തിൽ ഒരിടത്തും പരീശന്മാർ എന്നൊരു വാക്ക് കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പല കാര്യങ്ങളും ചോദിക്കുകയും പരീക്ഷിക്കുകയും ശുശ്രൂഷകളെ എതിർക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടമായി പരീശന്മാർ, അതുപോലെ തന്നെ സദൂക്യർ, ഹെരോദ്യർ എന്ന് പറയുന്നുണ്ട്, എരിവുകാരനായ ശീമോൻ എരിവുകാരെന്ന് കാണുന്നുണ്ട്, യസന്യരെന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ 5 ഗ്രൂപ്പുകൾ അവരുടെ ഇടയിൽ ഉടലെടുത്തു. അതിൽ പരീശന്മാർ വളരെ കർശനമായി ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവരായിരുന്നു. യവനവൽക്കരണത്തെയും സിറിയൻ ഭരണത്തെയും ഇവർ എതിർത്തിരുന്നു. ഗ്രീക്കുകാർ ഭരണത്തിൽ വന്നപ്പോൾ ഗ്രീക്ക് ഭാഷ, അവരുടെ സംസ്കാരം, യവന സംസ്കാരം അവരുടെ ഇടയിൽ കൊണ്ടുവരുന്നതിനെയൊക്കെ ഈ പരീശന്മാർ ശക്തമായിട്ട് എതിർത്തിരുന്നു. ആ സമയത്താണ് ഈ പരീശന്മാരെന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. എഴുതപ്പെട്ട പ്രമാണവും എഴുതപ്പെടാത്ത പ്രമാണത്തെയും അവർ ദൈവവചനമായിട്ട് കണക്കാക്കിയിരുന്നു. തോറ എഴുതപ്പെട്ട ന്യായപ്രമാണമാണ്, എഴുതപ്പെട്ട പ്രമാണമാണ് തോറ എന്ന് പറയുന്നത്. തോറ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം, എഴുതപ്പെട്ട പ്രമാണവും എഴുതപ്പെടാത്ത പ്രമാണം ഉണ്ടായിരുന്നു. അവർ പാരമ്പര്യമായി വാക്പ്രമാണം, പറഞ്ഞു വന്നതും കേട്ടറിഞ്ഞതും യഹൂദന്മാരുടെ ഇടയിൽ പറഞ്ഞു വന്നതുമായ പ്രമാണങ്ങൾ, ഓറൽ ലോ എന്ന് പറഞ്ഞു. ഓറൽ ലോ, എഴുതപ്പെടാത്ത പ്രമാണങ്ങൾ. അപ്പോൾ ഈ തോറയും ഓറൽ ലോയും ഒക്കെ ദൈവവചനമാണെന്ന് പരീശന്മാർ വിശ്വസിച്ചിരുന്നു. രണ്ടാമത്തെ കൂട്ടം സദൂക്യർ. ഇവർ മഹാപുരോഹിത വംശത്തിൽപ്പെട്ടവരായിരുന്നു. സാദോക്ക് എന്നു പേരുള്ള മഹാപുരോഹിതനാണ്, സാദോക്ക് എന്ന മഹാപുരോഹിതനിൽ നിന്നാണ് തങ്ങളുടെ ആരംഭം എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പരീശന്മാർ എന്തെല്ലാം കാര്യങ്ങൾ എതിർത്തിരുന്നുവോ
അതിനെയെല്ലാം സാദൂക്യര് അനുകൂലിച്ചിരുന്നു. എഴുതപ്പെട്ട പ്രമാണം മാത്രം ദൈവവചനമായിട്ട് അവർ അംഗീകരിച്ചു. തോറ മാത്രമേ സദൂക്യര് ദൈവവചനമായിട്ട് അംഗീകരിച്ചിരുന്നുള്ളൂ. ഈ സദൂക്യര് പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. മരണത്തോടെല്ലാം തീരുന്നു. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായം 8-ാം വാക്യം. പുനരുത്ഥാനമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സദൂക്യർ പറയുന്നു. അപ്പോൾ ദൂതനും ആത്മാവുമില്ല, പുനരുത്ഥാനവുമില്ല എന്ന് സദൂക്യർ വാദിക്കും. പക്ഷേ ഇത് രണ്ടും ഉണ്ടെന്ന് പരീശന്മാർ വാദിക്കും. പ്രവൃത്തികളുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 31-32 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 17-31-32. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. മറ്റു ചിലർ, ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് കേൾക്കുന്നതെല്ലാം ഈ സദൂക്യർക്ക് പരിഹാസമാണ്. അവരങ്ങനെ ഇല്ലെന്ന് വിശ്വസിച്ചിരുന്നത്. മാത്രമല്ല, ഈ സദൂക്യർ അവർ സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്നവരാണ്. എപ്പോഴും ഭരണപക്ഷത്തിൻ്റെ എതിരായിട്ട് നിന്നവരാണ് സദൂക്യർ. ഭരണപക്ഷത്തിനെതിരായിരുന്നു എല്ലാ കാലത്തും സദൂക്യർ. മൂന്നാമത്തെ ഗ്രൂപ്പ് ഹെരോദ്യരാണ്. ഹെരോദ്യർ ഈ രാഷ്ട്രീയ പാർട്ടി പോലെ ഹെരോദ്യൻ വംശാവലി നിലനിർത്തിപ്പോകണമെന്ന് ആഗ്രഹിച്ചവരാണ് അവർ. റോമാ സാമ്രാജ്യം ഇവരെ തുടച്ചു നീക്കുമെന്ന് ഭയപ്പെട്ടപ്പോൾ ഒരുമിച്ച് ഒന്നായി ഐക്യത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടതാണ് ഈ ഹെരോദ്യർ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15-16 വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15-16 വാക്യം. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കുടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. ഹെരോദ്യരെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ വായിച്ചത്. അടുത്ത നാലാമത്തെ ഗ്രൂപ്പ് എരിവുകാരാണ്. എരിവുകാർ ഹെരോദ്യരെ എതിർത്തിരുന്ന അല്പം തീവ്രവാദ സ്വഭാവത്തോടു കൂടി നിന്ന ആളുകളാണ് എരിവുകാർ. റോമൻ ഭരണത്തെയും ഇവരെ എതിർത്തിരുന്നു. എല്ലാം ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് കൈയും കെട്ടി നിൽക്കാതെ സ്വയ തീരുമാനത്തോടെ തീവ്രവാദികളായി പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടമാണത്. ഇന്നുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ. താൻ ബാധി ദൈവം ബാധി. ദൈവത്തിന് മുഴുവൻ വിട്ടു കൊടുക്കണം. ദൈവം എല്ലാമായി നിൽക്കണം. എന്നാൽ ഈ പ്രാർത്ഥിച്ച് ദൈവം തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അല്പം തീവ്രവാദ സ്വഭാവമുള്ള രീതിയിൽ നിന്നിരുന്ന ഒരു കൂട്ടം ആളുകളാണ് എരിവുകാർ. ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചില തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളുണ്ട്. നക്സലേറ്റ് ഗ്രൂപ്പ്, ഈ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഇങ്ങനെയുള്ളതായ ആ രീതിയിലുള്ള ഒരാശയം, അങ്ങനെയുള്ളതായ ഒരാശയത്തോടു കൂടെ നിന്നതായ ആളുകളാണ് എരിവുകാർ. പുതിയ പുതിയ പറഞ്ഞിരിക്കുന്ന എരിവുകാരനായ ശീമോൻ ഈ ഗ്രൂപ്പിൽപ്പെട്ടതായ ആളാണ്. വീണ്ടും അഞ്ചാമത്തെ ഗ്രൂപ്പ് എസേന്യരാണ്. എസേന്യർ ഇവര് മതപരമായ തീവ്രവാദികളാണ്. മനുഷ്യ സമൂഹത്തിൽ നിന്നൊക്കെ പിന്മാറി സന്യാസ ജീവിതം നയിക്കുവാനായി രൂപം കൊണ്ട ഒരു വിഭാഗമാണ്. നോർമൽ ലൈഫ് വിട്ട് മനുഷ്യ ജീവിതത്തിൽ നിന്ന്, സാധാരണ മനുഷ്യ ജീവിതത്തിൽ നിന്നെല്ലാം മാറി സന്യാസ ജീവിതം നയിക്കാനായിട്ടുള്ള അങ്ങനെ രൂപം കൊണ്ടതായ ഒരു കൂട്ടമാണ് എസേന്യർ. ഒരു രഹസ്യ യൂദായിസത്തിൻ്റെ വക്താക്കളായിരുന്നു ഇവർ. ഒരുപക്ഷെ ഇന്നത്തെ സന്യാസ വിഭാഗങ്ങൾ ഇവരിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം.
ഈ സഭാചരിത്രം പഠിക്കുമ്പോൾ തൂണുകാരനായ ഒരു ശീമോനെ കുറിച്ച് കാണുന്നുണ്ട്. ഒരു തൂണ്, ഉയരമുള്ള ഒരു തൂണുണ്ടാക്കി ആ തൂണിൻ്റെ മുകളിൽ സന്യസിച്ച് ഇരുന്ന, അങ്ങനെയുള്ള സാധാരണ ജീവിതത്തിൽ നിന്നൊക്കെ മാറി ഒരു സന്യാസ ജീവിതം, അങ്ങനെയുള്ളതായ ഒരു ഗ്രൂപ്പാണ് എസ്സേന്യർ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 ഗ്രൂപ്പുകൾ ആ കാലയളവിൽ യഹൂദന്മാരുടെ ഇടയിൽ നിലവിൽ വന്നു. ഇതെല്ലാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും ഈ ഗ്രൂപ്പുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവരുടെ ഇടയിലാണ് നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യശുശ്രൂഷ വേല ചെയ്തത്. അപ്പോസ്തലന്മാർ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഈ കൂട്ടം ആളുകളുടെ ഇടയിലാണ് അവർ പ്രവർത്തിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും നമ്മൾ സാമ്രാജ്യ ശക്തികളിലേക്ക് പോകുമ്പോൾ ഗ്രീക്ക് സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ലോക ഭരണത്തിൽ വന്ന സാമ്രാജ്യ ശക്തിയാണ്, ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാണ് റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യം നിലവിൽ വന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി റോമൻ സാമ്രാജ്യം അധികാരത്തിൽ വന്നു. റോമൻ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രസിദ്ധനായത് ജൂലിയസ് സീസർ ആയിരുന്നു. ജൂലിയസ് സീസർ. ഈ ജൂലിയസ് സീസർ യഹൂദ പ്രവിശ്യ, ലോകത്തെ സാമ്രാജ്യശക്തിയാണ്, അവരുടെ പ്രവിശ്യയായ യഹൂദ പ്രവിശ്യയുടെ ഭരണാധിപനായി അന്തിപ്പാറ്ററെ നിയമിച്ചു. അന്തിപ്പാറ്റർ BC 47 അന്തിപ്പേറ്റർ അതിനുവേണ്ടി നിയമിതനായി. റോമൻ സാമ്രാജ്യം യഹൂദിയ പ്രവിശ്യയുടെ ഭരണാധികാരിയായി അന്തിപ്പേറ്ററിനെ BC 47 നിയമിച്ചു. അന്തിപ്പേറ്റർ തൻ്റെ മകനായ ഹെരോദാവിനെ ഗലീലയുടെ മേലധികാരിയാക്കി. യഹൂദ പ്രവിശ്യയിൽ ഗലീലയുടെ മേലധികാരിയാക്കി അന്തിപ്പേറ്ററിൻ്റെ മകൻ തൻ്റെ മകനായ ഹെരോദാവിനെ നിയമിച്ചു. ഈ റോമൻ ഭരണാധികാരിയായ ജൂലിയസ് സീസറിനെ BC 44 മാർച്ച് മാസം 15-ാം തീയതി ബ്രൂട്ടസ് ചതിയിൽ കൊലപ്പെടുത്തുന്നു. സീസറിന് ശേഷം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം 3 പേരുടെ തലയിൽ വന്നു, 3 പേരുടെ കയ്യിലായി. ആ 3 ഒരാളായിരുന്നു മാർക്ക് ആൻ്റണി. ഈ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള അവർക്കത് മനസ്സിലാകും. ഇങ്ങനെ 3 ഭരണകർത്താക്കൾ നിലവിൽ വന്നവരിൽ ഒരാളാണ് മാർക്ക് ആൻ്റണി. ഈ ഹെരോദ രാജാവ് ഗലീലയുടെ അധിപനായിട്ടിരിക്കുന്നു. ഈ ഹെരോദാവ് മാർക്ക് ആൻ്റണിയെ സ്വാധീനിച്ച് ആൻ്റണിയുടെ ആദരവ് പിടിച്ചുപറ്റി. ആൻ്റണിക്ക് വലിയ കാര്യമായിരുന്നു ഹെരോദാവിനെ. അങ്ങനെ ഈ മാർക്ക് ആൻ്റണി റോമൻ സെനറ്റിൽ സ്വാധീനം ചെലുത്തി ഹെരോദാവിന് വാങ്ങിക്കൊടുത്ത ഒരു സ്ഥാനപ്പേരായിരുന്നു യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള ഒരു പേര്. ആ നാമം റോമൻ സെനറ്റിൽ മാർക്ക് ആൻ്റണി സ്വാധീനം ചെലുത്തി ഹെരോദാവിന് നേടിക്കൊടുത്ത പേരാണ് യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ യഹൂദന്മാരുടെ രാജാവ് എന്ന് ആ പ്രത്യേക പദവിയൊക്കെ വാങ്ങിയെടുത്ത് വാണുകൊണ്ടിരിക്കുമ്പോഴാണ് വിദ്വാൻമാർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ ഹെരോദാവ് ഭ്രമിച്ചുപോയി എന്ന് വായിക്കുന്നത്. ഹെരോദാവ് ഭ്രമിച്ചുപോയി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ചോദ്യം വിദ്വാൻമാർ ചോദിക്കുന്നത് കർത്താവ് ജനിച്ച് 2 കൊല്ലം കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നതായ കാര്യങ്ങൾ വിദ്വാൻമാർ വന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്നത് യേശുക്രിസ്തു ജനിച്ച് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ്. കാരണം
മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ വിദ്വാൻമാർ തന്നെ പറ്റിച്ചു. മടങ്ങി വന്നില്ല. ശിശുവിനെ വണങ്ങിയിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നില്ല. തന്നെ കളിയാക്കി, തന്നെ പറ്റിച്ചു പോയി എന്ന് മനസ്സിലാക്കി ബേത്ലഹേമിൻ്റെ എല്ലാ അതിരിലും ആളയച്ച് 2 വയസ്സും അതിൽ താഴെയുമുള്ള കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത്. ആ ഭാഗത്ത് പറയുന്നുണ്ട്, വിദ്വാൻമാരോട് നിങ്ങൾ എന്നാ ഈ നക്ഷത്രം കണ്ടത്, യേശു ജനിച്ചത് എന്നാണ്, എത്ര കാലം മുമ്പാണ് ജനിച്ചത് എന്ന് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണമാണ് 2 വയസ്സ് മുതൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. അപ്പോൾ കർത്താവ് ജനിച്ച ഏതാണ്ട് 2 വർഷം കഴിയുമ്പോഴാണ് ഈ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മുമ്പിൽ ഹെരോദാവ് ഭ്രമിച്ചു പോകാൻ കാരണം ഈ മാർക്കാനിനിയെ സ്വാധീനിച്ച് നേടിയെടുത്തതായ ആ പദവിയിൽ, യഹൂദന്മാരുടെ രാജാവ് എന്ന പേരിൽ പദവിയിലിരിക്കുമ്പോഴാണ്. ഈ കാലത്ത്, ഈ ഭരണം നടക്കുന്നതായ കാലത്ത് റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്ന, റോമൻ സാമ്രാജ്യത്തിൻ്റെ സാമന്ത രാജ്യമായിരുന്ന ഈജിപ്തിൻ്റെ നിയന്ത്രണം, ഭരണം മാർക്കാന്റണിയുടെ കീഴിലായിരുന്നു. ആ സമയത്ത് ഈജിപ്തിലെ രാജ്ഞിയായിരുന്നു ക്ലയോപെട്ര. മാർക്കാന്റണിയുടെ അധികാരത്തിൻ്റെ കീഴിൽ ആയിരുന്നു ഈജിപ്റ്റ്. ആ കാലയളവിൽ മാർക്കാന്റണിയെ ക്ലയോപെട്ര വശീകരിക്കുകയും മാർക്കാന്റണിയുമായുള്ള ആ സ്നേഹബന്ധം, മാർക്കാന്റണിയും ക്ലയോപെട്രയുമായുള്ള ആ ബന്ധം ആത്മഹത്യാപരമായ ഒരു ബന്ധമായിരുന്നു. രാജ്യഭരണത്തിലൊക്കെ മാർക്കാന്റണിയുടെ താല്പര്യം കുറയുവാൻ അത് കാരണമായി. ആ കാരണത്താൽ മാർക്കാന്റണി ഭരണകാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതിൽ മറ്റൊരു ഭരണാധികാരിയായിരുന്ന ഒക്ടോവിയൻ രാജാവ് ഔഗുസ്തോസ് കൈസർ ഒക്ടോവിയൻ രാജാവ് അത് സഹിച്ചില്ല. മാർക്കാന്റണി ഭരണകാര്യങ്ങളിൽ വീഴ്ച വരുത്തി ശ്രദ്ധയില്ലാത്തവരായി മാറിയത് ഇവർ തമ്മിൽ ശത്രുക്കളാകാൻ കാരണമായി തീർന്നു. ഒക്ടോവിയൻ രാജാവും ഔഗുസ്തോസ് കൈസറും മാർക്കാന്റണിയും തമ്മിൽ ബദ്ധ വൈരികളായി തീർന്നു. അവർ തമ്മിൽ BC 31 നടന്ന ആക്റ്റിയം യുദ്ധം, മാർക്കാന്റണിയും ഒക്ടോവിയൻ രാജാവും തമ്മിൽ BC 31 നടന്ന ആക്റ്റിയം യുദ്ധത്തിൽ ഒക്ടോവിയൻ രാജാവ് ഔഗുസ്തോസ് കൈസർ മാർക്കാന്റണിയെ പരാജയപ്പെടുത്തി തോൽപ്പിച്ചു. എല്ലാം നഷ്ടപ്പെട്ട് പരാജിതനായ മാർക്കാന്റണി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആന്റണി ആത്മഹത്യ ചെയ്തതായി വിവരമറിഞ്ഞ ക്ലിയോപെട്ര വിഷപ്പാമ്പിനെ കൊണ്ട് തൻ്റെ ശരീരത്തിൽ കടിപ്പിച്ച് ക്ലിയോപെട്രയും ആത്മഹത്യ ചെയ്തു. ഇതോടെ ഈ ഔഗുസ്തോസ് കൈസർ റോമൻ സാമ്രാജ്യത്തിൻ്റെ അനിഷേധ്യ ഭരണാധിപനായി തീർന്നു. മുഴുവനും ഈ ഒക്ടോവിയൻ രാജാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വന്നു. അങ്ങനെ വന്നപ്പോൾ തൻ്റെ അധികാരത്തിലുള്ള എല്ലാത്തിൻ്റെയും ഒരു കണക്കെടുക്കാനായിട്ട് ഈ ഔഗുസ്തോസ് രാജാവ് തീരുമാനിക്കുകയും ജനസംഖ്യ തിട്ടപ്പെടുത്തുന്നതിനു വേണ്ടി സകലരും അവരവരുടെ സ്ഥലത്ത് പോയി പേർവഴി ചാർത്തണം, സ്വന്തം പട്ടണത്തിൽ ചെന്ന് സെൻസസ് എടുക്കാൻ കണക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആജ്ഞ, ഒരു കൽപ്പന ഈ ഔഗുസ്തോസ് കൈസർ പുറപ്പെടുവിച്ചു. ആ സംഭവമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത്. ആ കൽപ്പന പ്രകാരം യൗസേഫും പൂർണ്ണ ഗർഭിണിയായ മറിയയും ഗലീലയിലെ നസ്രത്ത് വിട്ട് അവർ ബേത്ലഹേമിലേക്ക്
യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ക്ഷമിക്കണം, 2-ാം അധ്യായം 1 മുതൽ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണമെന്ന് ഔഗസ്ത്യോസ് കൈസരുടെ ഒരാജ്ഞ പുറപ്പെട്ടു. കുറഞ്ഞോ സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലും ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. യഹൂദിയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവൻ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായൊരു മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിലിൽ കിടത്തി. ഈ കാലത്താണ് യേശുക്രിസ്തു ജനിക്കുന്നത്. കർത്താവിൻ്റെ ജനനം എന്ന് പറയുന്നത് പഴയ നിയമ പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നതാണ്. എവിടെ ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും, എങ്ങനെയായിരിക്കും, എല്ലാ കാര്യങ്ങളും പഴയ നിയമ പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നതായ കാര്യങ്ങളാണ്. മറിയ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ നസ്രത്തിലാണ്, ഗലീലയിലെ നസ്രത്തിലാണുള്ളത്. നസ്രത്തിൽ നിന്ന് ബേത്ലഹേം വരെ അതിൻ്റെ 10-80 മൈലുണ്ടെന്നാണ്. ഒരിക്കലും പൂർണ്ണ ഗർഭിണിയായ, ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങളോ വാഹനങ്ങളോ ഒന്നുമില്ലല്ലോ, കഴുതപ്പുറത്തും നടന്നുമൊക്കെ ആയിട്ടാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ബേത്ലഹേമിൽ യേശു ജനിക്കുക എന്നുള്ളത് സാധ്യമായിരുന്നുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ ആ കാലത്തെ റോമൻ നിയമം ഉരുക്കു നിയമം എന്നറിയപ്പെടുന്നത്. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് നിവർത്തിച്ചിരിക്കണം. ഈ ഔഗുസ്തോസ് കൈസർ തൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ളതിൻ്റെ എല്ലാം കണക്കെടുക്കാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ ബേത്ലഹേമിൽ എത്തിയേ പറ്റൂ. പ്രസവം കഴിയിട്ട് കാത്തിരിക്കാൻ പറ്റില്ല. തൻ്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് യോസേഫ് ദൂരെ യാത്ര ചെയ്ത് ബേത്ലഹേമിലെത്തി. അവർ അവിടെ ഇരിക്കുമ്പോൾ, ബേത്ലഹേമിലെത്തി അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. എവിടെയാണ് യേശു ജനിച്ചത് കൃത്യമായിട്ട് ബൈബിളിലൊരിടത്തും പറയുന്നില്ല. പലരും പല അഭിപ്രായങ്ങളുണ്ട്. വഴിയമ്പലത്തിൽ ആണ് പ്രസവിച്ചത്, പക്ഷേ അവിടെ കിടത്താൻ അനുവദിക്കാത്തത് കൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന് പറയുന്നവരുണ്ട്. അത് ഒരു കല്ലുവെട്ടുകുഴി, കല്ലടാവിൽ, ബേത്ലഹേമിലൊരു കെട്ടുകുഴിയുടെ മറവിലാണ് യേശുവിനെ പ്രസവിച്ചത് എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും ശീലകൾ ചുറ്റി പുൽക്കൂട്ടിൽ, പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് നാം കാണുന്നുണ്ട്. ഒരു പക്ഷേ ആ സ്ഥലം, ആ സ്പോട്ട് ഏതാണെന്ന് ദൈവം നമ്മൾ അറിയണമെന്ന് ആഗ്രഹിച്ചില്ല. അത്ര നമ്മൾ ചിന്തിച്ചാൽ മതി. പിന്നെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കുകയോ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. നമ്മളതിന് അത്ര പ്രാധാന്യം കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കിയതും ക്രമീകരിച്ചതും. ആ കാലത്തെ ദൈവപുത്രൻ്റെ ജനനത്തിന് വേണ്ടി ദൈവം ഒരുക്കി. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ
സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നിയോഗിച്ചയച്ചത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനായി ലോകത്തിലേക്ക് നിയമിച്ചയച്ചത്. കാലസമ്പൂർണതയ്ക്ക് വേണ്ടി ദൈവം ലോകത്തെ ഒരുക്കി. സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ദൈവം ലോകത്തെ ഒരുക്കി. ഈ കാലചക്രത്തിൽ നടന്ന പ്രധാനപ്പെട്ടതായ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സാമ്രാജ്യങ്ങളെക്കുറിച്ചും യഹൂദന്മാരുടെ ഇടയിൽ നടന്നതായ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ചിന്തിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടിയും സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയും ദൈവം ചെയ്തതായ ചില കാര്യങ്ങളാണ്. ഗ്രീക്ക് സാമ്രാജ്യത്തെ ദൈവം ഉപയോഗിച്ചു. ലോകം മുഴുവൻ കീഴടക്കിയ ഗ്രീക്ക് സാമ്രാജ്യം തങ്ങൾ കീഴടക്കിയ സ്ഥലങ്ങളിലെല്ലാം ഗ്രീക്ക് ഭാഷ പ്രചരിപ്പിച്ചു. ലോകത്ത് മുഴുവൻ ഇന്ന് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഒരുവിധം എവിടെ പോയാലും വിദ്യാഭ്യാസമുള്ളവരുടെ അടുക്കൽ നമുക്ക് നിൽക്കാം. ഭാഷ വലിയ പ്രശ്നമല്ല. അതുപോലെ ഗ്രീക്ക് ഭാഷ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും പ്രചരിച്ചു. ഗ്രീക്ക് സാമ്രാജ്യത്തിന് കീഴിൽ വന്നതായ സ്ഥലങ്ങളിലെല്ലാം ഗ്രീക്ക് ഭാഷ നിർബന്ധമായി പഠിപ്പിച്ചു. ആദ്യമകാലത്ത് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഗ്രീക്ക് ഭാഷ പ്രശ്നം കൈകാര്യം ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു. സുവിശേഷം പരക്കാനത് കാരണമായി. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. റോഡുകൾ, ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്ന ഒരു ചൊല്ല് തന്നെ നിലവിൽ വന്നു. ഇതെല്ലാം അപ്പോസ്തലന്മാർക്ക് യാത്ര ചെയ്യുവാനും സുവിശേഷം പ്രചരിപ്പിക്കുവാനുമെല്ലാം വളരെ സഹായകമായി തീർന്നു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ലോകത്ത് ദൈവികമായ രക്ഷയുടെ പദ്ധതിക്ക് വേണ്ടി, ദൈവം കാലസമ്പൂർണതയ്ക്ക് വേണ്ടി ലോകത്തെ ഒരുക്കി. ദൈവത്തിന് മഹത്വം. ഞാൻ വാക്കുകളെ നിർത്തുകയാണ്. നമുക്കെന്ത് പറയാനുണ്ട്? നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കി കൊടുക്കണ്ടേ? ദൈവഹിതത്തിന് വേണ്ടി, ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കി കൊടുക്കണ്ടേ? നമുക്ക് താഴ്ത്തി കൊടുക്കണ്ടേ? ലോകരക്ഷകനെ നമ്മുടെ ഉള്ളത്തിൽ രാജാതിരാജാവായി വന്ന് നിറയുവാൻ തക്കവണ്ണം നമ്മൾ ഇനി എന്തെല്ലാം ക്രമീകരണം ചെയ്യാനുണ്ട്? സുവിശേഷം എല്ലാവരിലേക്കും എത്തിക്കുവാൻ തക്കവണ്ണം നാം എന്തെല്ലാം ചെയ്യാനുണ്ട്? ദൈവകരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഇപ്പോൾ തുടർന്നതായ സമയം ജോൺ സാർ നമ്മോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ വചനത്തിന് കീഴിൽ നമുക്ക് ചേർന്നിരിക്കാം. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദേവദാസൻ പറയുന്നത് ആ ഒരു വാക്ക് എൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. അന്ന് ഭൂമിയിൽ പെറ്റുവീഴുവാൻ എൻ്റെ കർത്താവിന് കൊട്ടാരമുണ്ടായിരുന്നില്ല. അന്ന് പൂർണ്ണ ഗർഭിണിയായി മാതാവിനെയും കൊണ്ട് യൗസേപ്പ് പിതാവ് വീടുകൾ തോറും കയറി ഇറങ്ങി നടന്നു. പലയിടത്തും പോയി മുട്ടി. തുറന്നു. പൂർണ്ണ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ ഉടനെ ഇവിടെ സ്ഥലമില്ല. വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കണം. സ്ത്രീകളായി നിങ്ങൾക്ക് മനസ്സിലാവും. പ്രസവവേദന വന്ന് പ്രസവിക്കാറായി അങ്ങ് വിഷമിച്ച് പ്രയാസപ്പെട്ട് എങ്ങനെയും ഒന്ന് പ്രസവം നടന്നാൽ മതിയെന്ന് കരുതി കഷ്ടപ്പെട്ട് വിഷമിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി നടക്കുന്നു. ആരും സ്ഥലം കൊടുത്തില്ല. അവസാനം വഴിയമ്പലത്തിൽ ചെന്നു. വഴിയമ്പലത്തിലും അവിടെ സ്ഥലം കിട്ടിയില്ല. എന്നാൽ
ഒരു പശുത്തൊട്ടിയിൽ ആരാണെന്ന് നാം ചിന്തിക്കണം. ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ ക്രിസ്തു. കൊലോസ് ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം മുതലൊന്ന് വായിക്കാമോ? കൊലോസ് ലേഖനം 1-ാം അധ്യായം 14 മുതൽ താഴേക്കൊന്ന് വായിക്കാമോ? ആരാണ് ഈ യേശു? ഈ യേശു എന്നാണ് ഉണ്ടായത്? ഈ ഭൂമിയിലേക്ക് വന്നത് 2000 കൊല്ലം മുമ്പ്. എന്നാൽ ആദിയില്ലാത്ത ആദി, അന്തമില്ലാത്ത അന്തം. വായിക്കാം 14 മുതൽ 1 കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവനിൽ എന്ന് പറയുന്നിടത്തെല്ലാം യേശുവിൽ എന്ന് പറയണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്ന്, എങ്ങനെയാണെന്ന്, എന്നാണ് യേശു ജനിച്ചതെന്ന്, എന്നാണ് യേശു ഉണ്ടായതെന്ന്. യേശുവിൽ നമുക്ക് പാപമോചനമുള്ള വീണ്ടെടുപ്പുണ്ട്. യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. കേൾക്കണേ, യേശു സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ്. പിന്നെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും കാണാൻ കഴിയാവുന്നതും അദൃശ്യമായതും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും സിംഹാസനങ്ങളാകട്ടെ, ഏതെല്ലാം സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, എന്തെല്ലാം കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, എത്ര പരമോന്നതമായ അധികാരങ്ങളാകട്ടെ, സകലവും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സർവവും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. വീണ്ടും യേശു മുഖാന്തരവും യേശുവിനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലമാൻ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. നമ്മുടെ വീട് സൃഷ്ടിക്കപ്പെട്ടത്, ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു, ഈ ഭൂമിയിലെ മുഴുവൻ കൊട്ടാരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എല്ലാം യേശുവിനായിട്ടും യേശു മുഖാന്തരവും സൃഷ്ടിക്കപ്പെട്ടു. താഴേക്ക് വായിക്കൂ. യേശു സർവത്തിനു മുമ്പേ ഉള്ളവൻ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? യേശു സർവത്തിനും മുമ്പേ ഉള്ളവൻ. യേശു സകലത്തിനും ആധാരമായിരിക്കുന്നു. യേശുവാണ് സകലത്തിനും ആധാരമായിരിക്കുന്നവൻ. യേശു സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. യേശു സഭയെന്ന, ആരാണ് സഭ? ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം, അതിനാണ് സഭ എന്ന് പറയുന്നത്. ആ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന്, എല്ലാറ്റിനും താൻ മുമ്പനാകേണ്ടതിന് യേശു ആരംഭവും മരിച്ചവരുടെ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. യേശുവാണ് ആരംഭം. യേശു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി എഴുന്നേറ്റവനുമാകുന്നു. യേശുവിൽ സർവസമ്പൂർണതയും വസിപ്പാനും യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ മതി. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞതെന്ന്? യേശു ആരാണ്? യേശു ആരംഭമായവൻ. സകലവും താൻ മുഖാന്തരമുണ്ടാക്കി. എല്ലാറ്റിനും മുമ്പേ ജീവനുള്ള ദൈവം, സത്യ ഏക നിത്യ ദൈവമായ ക്രിസ്തു. ആ ദൈവത്തിനെ ഈ ഭൂമിയിൽ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഇടം കിട്ടിയില്ല, പിറന്നു വീഴാൻ ഇടം കിട്ടിയില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കറിയില്ല. അന്ന് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു, അവിടെ ഒന്ന് ഇരുന്നപ്പോഴാണ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓടി ഞാൻ അകത്തേക്ക് കയറി പോന്നു. എൻ്റെ ക്ഷീണം എതിൽ പോയി നിറഞ്ഞുകൂടാ. കാരണം എന്താണെന്നറിയാമോ? ഈ അത്യത്ഭുത പുരുഷനായ, ഈ നിത്യപരിശുദ്ധ തേജോമയനായ, ഈ സത്യ ഏക നിത്യദൈവമായ, സർവശക്തനായ, സർവവ്യാപി, സർവശക്തൻ, ഈ സർവജ്ഞാനിയായ, ഈ ജീവനുള്ള ക്രിസ്തു സാധുവായ ഈ പാവപ്പെട്ടവൻ്റെ ഉള്ളിൽ അന്ന് 15-ാമത്തെ വയസ്സിൽ അന്ന് പിറന്നു വീണു. ആരും പിറന്നു വീണാൻ ഇടം കൊടുത്തില്ല. അന്ന് പുൽത്തൊട്ടിയിൽ, ഒരു പുൽത്തൊട്ടിയിലാണ്, വെറും പുൽത്തൊട്ടിയിൽ എൻ്റെ യേശു പിറന്നു വീണു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു എന്നാണ് വന്ന് പിറന്നത്. ക്രിസ്തു പിറന്നിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യം. 1000 ആണ്ട് കഴിയുവോളം. അല്ലോ, വെളിപ്പാട് 20-ന്റെ 3-ന്റെ 20 ആണോ? ഏതാണ്? ഞാൻ വാതുക്കൽ നിന്നിട്ട് 3-ന്റെ 20 എനിക്ക് തോന്നുന്നത്.
അതാണ് ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ ആരെങ്കിലും. വാതിക്കൽ നിന്ന് മുട്ടുന്നു. 3:20 3:20 വെളിപ്പാട് 3:20. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശു ഉള്ളിൽ വരുന്ന അനുഭവം, യേശു എൻ്റെ ഉള്ളിൽ വരുന്ന അനുഭവം, യേശു എൻ്റെ കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുന്ന അനുഭവം എന്താണ് പ്രിയപ്പെട്ടവരെ? ക്രിസ്തു എന്ന അത്ഭുത പുരുഷനുള്ളിൽ വന്നാൽ ക്ഷീണം മാറും. പ്രിയപ്പെട്ടവർ, നല്ല ഉത്സാഹം വരും. ഞാനൊരു ദൈവത്തെ സ്തുതിച്ചു, എന്നിട്ട് എനിക്ക് പിന്നെ എഴുന്നേറ്റ് വരാൻ അധികം വൈകേണ്ടി വന്നില്ല. ഈ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിനായി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഭൂമിയിൽ ഒരിടത്ത് പെറ്റു വീഴാൻ ഇടം കിട്ടിയില്ല യേശുവിന്. ആരും തുറന്നു കൊടുത്തില്ല. എല്ലായിടത്തും വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. ഇന്നും നിങ്ങൾ ലോകത്തിലേക്ക് നോക്കൂ, എന്താണ്? കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേട്ട്, ഈ വചനമനുസരിച്ച് ജീവനുള്ള ക്രിസ്തുവിനായി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവൻ്റെ കാര്യം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തിരിക്കും. സാധുവായ എൻ്റെ ഉള്ളിൽ 15-ാമത്തെ വയസ്സിൽ ക്രിസ്തു വന്നു. എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ! ഈ ക്രിസ്തു എന്ന അത്ഭുത പുരുഷനുള്ളിൽ ഉള്ളതുകൊണ്ട് തികഞ്ഞവനായിട്ടല്ല, ഒന്നിലും ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു യോഗ്യത ഒരു കാര്യത്തിലും ഉണ്ടായിട്ടല്ല. എന്നാൽ എന്നോട് കരുണ തോന്നി, കർത്താവിന് എന്നോട് കരുണ തോന്നി. ജീവനുള്ള ക്രിസ്തുവിന് നമ്മോട് ഓരോരുത്തരോടും കരുണ തോന്നി. നിങ്ങൾ ആരെല്ലാം ഇത് അറിയുന്നുണ്ട്. അത് ഓർത്താൽ നമ്മുടെ ഉള്ളം നന്ദി കൊണ്ട് നിറയും. ഇന്ന് നീ അനുഭവിക്കുന്ന സകല സമാധാനത്തിന് ഉത്തരവാദി ആരാണ്? പ്രിയപ്പെട്ട ദൈവം. ഇതിലെ ഞാനിരുന്ന് ഓർക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് പാപത്തോടൊരു അറപ്പ് കിട്ടിയത്? എന്തുകൊണ്ടാണ് ഒരു വെറുപ്പ് കിട്ടിയത്? ഞാൻ ഉപവസിച്ചിട്ടല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല, ഞാൻ അധ്വാനിച്ചിട്ടല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, എൻ്റെ പ്രിയപ്പെട്ട കുര്യാക്കോസിൻ്റെ മോള് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാനവിടെ ഇരുന്ന് എങ്ങനെടിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആ കുഞ്ഞു പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, കുറ്റപ്പെടുത്തി, നിൻ്റെ ഉള്ളിൽ നീ യേശുവിലാകാത്തത് കൊണ്ടാണ്, നിനക്ക് യേശു അപ്പയായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണെന്ന്. എന്നാൽ ആ കുഞ്ഞിന് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു, എന്നെക്കുറിച്ച് യേശു ക്രിസ്തുവിന് വളരെ കൃത്യമായൊരു പദ്ധതി ഉണ്ടെന്ന്. അതെൻ്റെ ഉള്ളത്തെ തൊട്ടു. നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് വ്യക്തമായ പദ്ധതിയുണ്ട്. നിനക്കൊരു മാർഗം കിട്ടിയില്ലെങ്കിലും പ്രിയപ്പെട്ട മകനെ, നിന്നെക്കുറിച്ച് വളരെ കൃത്യമായൊരു പദ്ധതിയുണ്ട്. നിനക്ക് വിസ കിട്ടിയില്ലെങ്കിൽ അത് നന്മയ്ക്കാണെന്നോർത്ത് നീ സ്തുതിച്ചുകൊള്ളൂ. വ്യക്തമായും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കുര്യാക്കോസിൻ്റെ മോളെ എവിടെ എത്തിക്കണമെന്ന് ജീവനുള്ള ക്രിസ്തു വ്യക്തമായൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഞാനൊരു പദ്ധതി ഇട്ട മനുഷ്യനല്ല, കേവലം 7 മാർക്ക് കിട്ടിയ മനുഷ്യൻ. ഈ മനുഷ്യരെല്ലാം നയിച്ചുകൊണ്ട് പോകാൻ തക്കോണം, 14,000 ആളുകളെ നയിപ്പാൻ തക്കോണം എവിടുന്ന് എനിക്ക് ജ്ഞാനം കിട്ടാനാണ്? എന്നാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ തന്നെ എൻ്റെ കർത്താവ് വ്യക്തമായൊരു പദ്ധതി ഇട്ടിരുന്നു. എന്നെ എവിടെ എത്തിക്കണമെന്ന് എൻ്റെ കർത്താവിനറിയാം. എവിടെയാണ് എന്നെ എത്തിക്കേണ്ടത്? എനിക്ക് എവിടെ ചെന്ന് ചേരണം? എനിക്ക് ആ സ്വർഗീയ സിയോൻപുരിയിൽ എത്തിയാൽ പോരെ? ഈ ഭൂമിയിൽ എന്തുണ്ടായിട്ട് എന്താണ് കാര്യം? പ്രിയപ്പെട്ടവരെ, എല്ലാം മാറിപ്പോകും. ഈ ഭൂമിയിൽ ആരെല്ലാം അനുകൂലമാണെങ്കിലും ദൈവം അനുകൂലമല്ലെങ്കിൽ അവൻ്റെ കാര്യം കഷ്ടമാണ്. എന്നാൽ ദൈവം അനുകൂലമാണെങ്കിലോ ഒന്നും ഭയപ്പെടാനില്ല. ഞാൻ വെറുതെ പറഞ്ഞ വാക്കല്ല. നിങ്ങൾ ഈ വന്നിരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും സത്യമായും എൻ്റെ കർത്താവിന് വ്യക്തമായി പദ്ധതിയുണ്ട്. വെറുതെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നല്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. എനിക്കറിയാം, ഞാൻ ഓരോരുത്തരെയും കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഒരിക്കൽ ഒരു വർഷം മുമ്പ് ഏതാനും ചില അപ്പോയിൻമെൻറ്റ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടത്തണം. ഞാൻ നാളുകളായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ആരെ ആക്കണം, എന്ത് വേണം? എനിക്ക് ബോർഡിൽ പറയാൻ ഭയം, എനിക്ക് ഉള്ളിലൊരു പേടി. എന്താണെന്നറിയാമോ? ഈ ബോർഡിൽ പറഞ്ഞാൽ ശരിയാണ്, ചിലപ്പോൾ ആരെങ്കിലും അത് എതിർത്തെങ്കിലോ. എതിർക്കില്ല, എന്നെ എതിർക്കുമെന്നല്ല, എതിർത്താൽ ഞാൻ പറയുന്നതേ നടക്കുകയുള്ളൂ താനും. എന്നാൽ എല്ലാവരെയും അനുനയിപ്പിച്ച് വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ. ഞാൻ തന്നെത്താനിരുന്ന് കരഞ്ഞു, കർത്താവേ ആരാണ് ഈ സ്ഥാനത്ത് വരാൻ യോഗ്യൻ? എന്നാൽ കർത്താവ് വ്യക്തമായി എൻ്റെ ഉള്ളിലൊരു ബോധ്യം തന്നു, നീ ഇങ്ങനെ തന്നെ ചെയ്തുകൊള്ളൂ മകനെ എന്ന്. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം, എല്ലാം സ്വർഗത്തിലെ ദൈവം നടത്തി, എല്ലാം തൊട്ട് നടത്തി. എന്നെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതി ഉണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി, വളരെ നിയതമായി ഒരു പദ്ധതി കർത്താവിനുണ്ട്. നിങ്ങളാരും തളരരുത്, നിങ്ങളാരും നിരാശപ്പെടരുത്, നിങ്ങളാരും യാദൃശ്ചികമായി ഇവിടെ വന്നതല്ല. ഞാൻ നല്ല വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വെറുതെ ഊഹാപോഹം പറയുകയല്ല. ജീവനുള്ള ക്രിസ്തു എന്നെ തൊട്ട് നടത്തുന്നു.
ഞാൻ നല്ലവനല്ല. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, എനിക്ക് പോരായ്മകളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്, എനിക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കാത്തവനാണ്. എന്നാൽ എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചതെന്നുള്ള വ്യക്തമായ ഉറപ്പ്, എൻ്റെ വിളിച്ച ദൈവം എന്നെ ഒരിക്കലും വഴിയിലിട്ടിട്ട് പോകുകയില്ല എന്നുള്ള ഉറപ്പ്. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞ ക്രൂശിലെ സ്നേഹം, ആ സ്നേഹം ഉള്ളിൽ വന്നാലുണ്ടല്ലോ, ആരെയും ഭയമില്ല, ആരെയും കൂസലില്ല. ദൈവം ഒരു കാര്യം ബോധ്യം തന്നാൽ ആരോടും പറയാൻ ഒരല്പം പോലും ഭയമില്ല. കാരണം മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ കാര്യപരിപാടിയല്ല. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ഉള്ളിൽ അത്യുന്നതനായ ദൈവം വന്ന് വസിക്കുന്നു. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിർത്താൻ പോവുകയാണ്. എന്താണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? ആരെങ്കിലും, നിങ്ങൾ ഇന്ന് ക്രിസ്തു ഉള്ളിലില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അഥവാ ക്രിസ്തുവിനായി ജീവിതം കൊടുത്തു എന്ന് വ്യക്തമായി ഉറപ്പില്ലാത്ത ആരെങ്കിലും ഇവിടെയോ വിദേശത്ത് എവിടെയെങ്കിലും ഇരുന്നോ, അല്ല സൂമിലിരുന്നോ, അല്ല കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ആരെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ എന്നുള്ള ഊഹാഭോഗത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നവരുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യൂ. യേശു നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ മുറിഞ്ഞ കരം കൊണ്ട് മുട്ടുകയാണ്. അങ്ങനെ മുട്ടിയാണ് അവനെ നിൻ്റെ ഹൃദയം തുറന്നത്. അങ്ങനെ തുറന്നാണ് നിനക്കിന്ന് പാപത്തോടൊരു വെറുപ്പ് കിട്ടിയത്. അല്ല നിൻ്റെ മദ്യപാനം മാറിയത്, നിൻ്റെ വെറുക്കൂത്ത് മാറിയത്, നിൻ്റെ അശുദ്ധ ചിന്ത മാറിയത്, നിൻ്റെ അശുദ്ധ വികാരം മാറിയത്. നിൻ്റെ കേമം കൊണ്ടല്ല. എൻ്റെ ജീവനുള്ള ദൈവം നമ്മോട് കരുണ തോന്നി. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവരോട് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവരോട് കനിവ് തോന്നുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധ്യമാകുന്നത്. നിങ്ങൾക്ക് ജീവിതം വിട്ടുകൊടുക്കാമോ? ക്രിസ്തുവിനായി വിട്ടുകൊടുക്കാമോ? ഇതിൽ പരം സൗഭാഗ്യം വേറെ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. വിട്ടുകൊടുത്തുകൊള്ളൂ, മുഴുവനും വിട്ടുകൊടുത്തുകൊള്ളൂ. നിന്റെ ഏതെല്ലാം പാപക്കറകളുള്ള ജീവിതമാണെങ്കിലും, ഏതെല്ലാം അഴുക്ക് പറ്റിയ ജീവിതമാണെങ്കിലും, എന്തെല്ലാം വേണ്ടാതിനങ്ങൾ സംഭവിച്ചതാണെങ്കിലും, ഏതെല്ലാം ശാപകരമായ കാര്യം വന്നതാണെങ്കിലും, നീ ഒരിക്കലും ഇനി ചെയ്യുകയില്ല എന്നുള്ള പാപത്തിലേക്ക് നീ പോയോ? സാരമില്ല, ഇന്ന് യേശു വന്നിട്ടുണ്ട്. ആ തിരുരക്തം മുറിഞ്ഞ കരവുമായി മുട്ടുകയാണ്. പാപിയായ മനുഷ്യൻ ഇത് കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ ഹൃദയത്തിന്റെ പലകയിൽ കർത്താവ് ഇങ്ങനെ മുട്ടുകയാണ്. ഒരിക്കലും കർത്താവ് നിന്റെ ഉള്ളിലേക്ക് കുത്തി തുറന്ന് വരികയില്ല. സാക്ഷ അകത്താണ്, അതിൻ്റെ പൂട്ട് അകത്താണ്. നീ പൂട്ട് തുറന്നാൽ, അതാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ജീവിതം ക്രിസ്തുവിനായി തുറന്നു കൊടുക്കാം. പാപത്തോട് യാത്ര പറയാം. ആകെ ഇരുട്ട് മാറിയാൽ മതി, അന്ധകാരം മാറിയാൽ മതി. പാപജീവിതത്തോട് നിങ്ങൾക്ക് യാത്ര പറയാൻ മനസ്സുണ്ടോ? യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞുകൊള്ളൂ. രഹസ്യമായി പറഞ്ഞാൽ മതി, പരസ്യമായി ഒരിക്കലും പറയുന്നില്ല. ഞാൻ പറയുകയാണ്, വീണ്ടും പറയുകയാണ്, കർത്താവേ അവിടുന്ന് ഉള്ളിലുണ്ട്. എങ്കിലും കർത്താവേ, അന്ന് കല്ലറ സീൽ ചെയ്തും പോലെ കല്ലറയുടെ മുകളിൽ വെച്ച് സീൽ ചെയ്യുമല്ലോ, അതുപോലെ കർത്താവേ ഒരിക്കലും ഇവിടുന്ന് ഇറങ്ങിപ്പോകാതെ ഇപ്പോൾ ആ സ്വർഗത്തിന്റെ സീല്, ആ തിരുരക്തം കൊണ്ടുള്ള സീല് ഒരിക്കലും ഇറങ്ങിപ്പോകാതെ വേണം. ഇനി ഞാൻ ഒരിക്കലും നിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകുകയില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് പ്രകാരം കർത്താവേ അവിടുന്ന് മുഴുവനും സീൽ ചെയ്തുകൊള്ളണമേ. ഒരിക്കലും ദുഷ്ടനായ പിശാച് കടന്നു വരാൻ ഇടവരല്ല കർത്താവേ. നിങ്ങൾ പറയൂ, യേശുവിനോട് പറയൂ, ഇതാ കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്, ഞാൻ തന്നെ തുറക്കുകയാണ് കർത്താവേ. നിങ്ങൾ രഹസ്യമായി പറഞ്ഞാൽ മതി. നിങ്ങൾ ആരെല്ലാം പറയുന്നുണ്ട്, ഹൃദയം വിട്ടുകൊടുക്കൂ, യേശുവിനായി വിട്ടുകൊടുക്കൂ, ജീവിതം മുഴുവനും വിട്ടുകൊടുക്കൂ. ഇന്ന് സുപ്രസാദ കാലമാണ്, ഇന്ന് രക്ഷാ ദിവസമാണ്. ഇതാകുന്നു സുപ്രസാദ കാലം. ഇന്നാണ് രക്ഷ കിട്ടേണ്ട ദിവസം. പ്രിയപ്പെട്ടവരെ, നാളത്തെ ദിവസം നാം അറിയുന്നില്ല. ഏതെല്ലാം അപകടങ്ങൾ വരുന്നു, ഏതെല്ലാം അത്യാഹിതങ്ങൾ വരുന്നു. ജീവിതം ക്രിസ്തുവിനായി വിട്ടുകൊടുക്കൂ. കർത്താവേ, ഞങ്ങളിതാ ജീവിതം എന്നേക്കുമായി വിട്ടുതരുന്നു. മുഴുവനായും വിട്ടുതരികയാണ്, മുഴുവനും തരികയാണ് കർത്താവേ. 99% അല്ല, 100% ഇതാ വിട്ടു തരികയാണ്. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അവിടുന്ന് രാജാവായി വാഴണമേ. അന്ന് എങ്ങും പിറന്നു വീഴാൻ എൻ്റെ കർത്താവിന് ഇട കിട്ടിയില്ല. എന്നാൽ ഇതാ കർത്താവേ, പാപം പറ്റിപ്പോയ ഹൃദയമാണ്, ഇരുട്ട് വന്നുപോയ ഹൃദയമാണ്, അശുദ്ധ ചിന്തകൾ വന്ന ഹൃദയമാണ്, അഴുക്ക വികാരങ്ങൾ വന്ന ഹൃദയമാണ്, ചീത്ത പടം കണ്ട ഹൃദയമാണ്, ചീത്ത പടങ്ങളിലേക്ക് ആകർഷണം പോയതാണ്, യൂട്യൂബിൽ നോക്കിയിരുന്ന സമയം കളഞ്ഞ ജീവിതമാണ്. ഇപ്പോൾ ഇതാ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ. ആരെല്ലാം പറയുന്നുണ്ട്,
അവരുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ യേശു കടന്നു വരുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. യേശു കടന്നു വരുന്നു എന്ന് വിശ്വസിക്കൂ. എൻ്റെ കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തുതി. അവിടെ നിങ്ങളുടെ ബലമാകിയാൽ സ്തോത്രം. അവിടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഈ ഭൂമിയിൽ ആരും തരുന്ന ആശ്വാസമല്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ആശ്വാസം. ഓ യേശു അരികത്തുണ്ടെന്നുള്ള ആ ഉറപ്പ് എൻ്റെ നാഥാ, ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞുകൊണ്ട് അപ്പനെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുകയാണ്. സ്വർഗീയ മാലാഖമാർ ഭൂമിയിൽ, സ്വർഗീയ മാലാഖമാർ സ്വർഗത്തിൽ കർത്താവേ അന്ന് സ്വർഗീയ ശബ്ദം, സ്തുതിയുടെ ശബ്ദം കേൾക്കുന്നത് പോലെ ഈ ഭൂമിയിൽ സമാധാനമുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ വാഴ്ത്തട്ടെ. കർത്താവേ, ഞങ്ങൾ വന്ദിക്കട്ടെ. ഞങ്ങൾ അവിടുത്തെ പുകഴ്ത്തട്ടെ. ഞങ്ങൾക്ക് അവിടുത്തെ പാദം ചുംബിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി. കർത്താവേ, മരണത്തോളം തെറ്റുവരാതെ, പാപം വരാതെ, ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുന്ന സാക്ഷികളായി, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾക്ക് ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ജീവിപ്പാൻ ഞങ്ങളെ ഇതാ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ പൊതിയണമേ. ഞങ്ങൾ വീഴാതെ കൊണ്ട് ഞങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട എൽദോസ് ബ്രദറിനെ കർത്താവെ ബൈബിൾ ക്ലാസ് എടുത്തുതന്ന അതിമനോഹരമായിട്ട് എല്ലാം കർത്താവെ അതിൻ്റെ എല്ലാം വിവരിച്ചു തരുവാൻ ദൈവദാസൻ അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമനാഥനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ.